കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എം ശിവപ്രസാദ് മാധ്യമങ്ങളോട് തത്സമയ ദൃശ്യം. 1977 ചാപ്റ്റർ 6 സ്റ്റാറ്റ്യൂട്ട് 1 ക്ലോസ് 2 പറയുന്നുണ്ട്, വൈസ് ചാൻസലറുടെ ആബ്സെൻസിൽ പ്രോ വൈസ് ചാൻസലർക്ക് ചെയർ ചെയ്യാം. ഇനി പ്രോ വൈസ് ചാൻസലറും ഇല്ലെന്നുണ്ടെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരംഗത്തിന് ആ യോഗം ചെയർ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ആ യോഗം 6-ാം തീയതി കൂടിയ യോഗത്തിൽ തീരുമാനമെടുത്തത്. എന്താ അവിടെ സംഭവിച്ചത്? വൈസ് ചാൻസലർ തെറ്റായി എടുത്ത ഒരു നടപടി സിൻഡിക്കേറ്റ് റദ്ദ് ചെയ്തു റിപ്പോർട്ട് ചെയ്തപ്പോൾ. ആ നടപടി ആ തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അന്ന് 8 ദിവസത്തേക്ക് വന്ന ഒരു താൽക്കാലിക വൈസ് ചാൻസലർ പറഞ്ഞു. എന്നിട്ട് അവർ ഇറങ്ങിപ്പോയി. നിങ്ങൾ പബ്ലിക് ഡോക്യുമെൻ്റാണ് അന്നത്തെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം, നിങ്ങൾക്കും കിട്ടും. നിങ്ങളുടെ സർവകലാശാലയിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിസോൾവ് എന്നല്ല, എക്സിറ്റ് എന്നാണ്. പുറത്തുപോയി നിങ്ങളെടുക്കുന്ന തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോകുമ്പോൾ സ്റ്റാറ്റ്യൂട്ടിൽ ചാപ്റ്റർ 6 പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് ഞങ്ങൾ യോഗം തുടർന്നു, തീരുമാനമെടുത്തു, അത് കോടതി അറിയിച്ചു, കോടതി അത് അംഗീകരിച്ചു. കോടതി ഈ രജിസ്ട്രാർ കൊടുത്ത റിട്ട് റദ്ദ് ചെയ്തുകൊണ്ട് പിൻവലിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നു സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഈ സിൻഡിക്കേറ്റ് തീരുമാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുള്ളവർക്ക് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം എന്നല്ലേ കോടതി ആ ഓർഡറിനകത്ത് പറയുന്നത്. ഇതൊന്നും വി സി വായിക്കുന്നില്ലയോ? ഇതൊന്നും വി സിക്ക് മനസ്സിലാവുന്നില്ലയോ? അതോ മനസ്സിലായിട്ടും ഐ ആം ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? അദ്ദേഹം കുട്ടികളെക്കുറിച്ച് ഇപ്പോൾ വേവലാതിപ്പെടുകയാണ്. ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇദ്ദേഹം വിദേശ ടൂറിന് പോയ അന്ന് മുതൽ ഇവിടെ ഉണ്ട്. കുട്ടികളുടെ അഡ്മിഷൻ നടക്കുന്നു, ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നു, PG അഡ്മിഷൻ നടക്കുന്നു, MEdൻ്റെ അഡ്മിഷൻ നടക്കുന്നു, BEdൻ്റെ അഡ്മിഷൻ നടക്കുന്നു. ഇവിടെ അഡ്മിഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, ആഴ്ചയിൽ ഒരു തവണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? അദ്ദേഹം പറയുന്നു ഓൺലൈൻ ഫയൽ നോക്കാൻ പോലും എനിക്ക് അനുവാദമില്ലെന്നാണ് പറയുന്നത്. ഓൺലൈൻ ഫയൽ നോക്കാൻ പോലും എനിക്ക് അനുവാദമില്ല. അത് പച്ചക്കള്ളമാണ്. ഇവിടെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ VC കാണേണ്ട ഫയലെല്ലാം ഇതുവരെ ഉള്ളത്, ഈ നിമിഷം വരെയുള്ള ഫയലുകൾ മുഴുവൻ DDFS ആയിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ്. ശരവേഗത്തിലാണ് തിരിച്ചു വരുന്നത്. ആ രജിസ്ട്രാർ കൊടുക്കുന്ന ഫയലുകളെല്ലാം തിരിച്ചു വരികയാണ്. ആരാണ് അദ്ദേഹത്തിന് ഫയൽ നോക്കാൻ അനുവദിക്കാത്തത്? പച്ചക്കള്ളമല്ലേ പറയുന്നത്? നിങ്ങൾ പരിശോധിക്കൂ, കാണാൻ കഴിയും. എന്നാൽ രജിസ്ട്രാർ മാത്രം കാണേണ്ട ഇവിടുത്തെ ചില ഫയലുകൾ തീർപ്പാക്കി അദ്ദേഹം വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വൈസ് ചാൻസലർ പറയുന്നത് കുട്ടികളെക്കുറിച്ച് വളരെയധികം വേവലാതിപ്പെടുന്ന ഈ വൈസ് ചാൻസലർ ബോധപൂർവം ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ സർവകലാശാലയെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയുടെ ഉത്തരവാദി താൽക്കാലിക വൈസ് ചാൻസലറാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ ഒരു പ്രതിസന്ധിയും ഇവിടെ ഇല്ല. അദ്ദേഹം ഇവിടെ വരിക. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് 2500 സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ഇല്ല, എൻ്റെ മേശപ്പുറത്തില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം വരട്ടെ, നോക്കട്ടെ എത്ര ഉണ്ടെന്ന്. കുട്ടികൾ ഉപരിപഠനത്തിന് പോകേണ്ട സമയമാണിത്. ഇവിടെ രജിസ്ട്രാറും വൈസ് ചാൻസലറും തമ്മിലുള്ള പ്രശ്നം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വിതരണം ചെയ്യുന്നതിനകത്തില്ലല്ലോ. കുട്ടികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് കൺട്രോളർ ഓഫ് എക്സാമിനേഷനിൽ അവിടെ പോവും. അവിടുന്ന് നേരിട്ട് VCയുടെ മേശപ്പുറത്ത് വരികയാണ്. അപ്പോൾ VC എത്തി ഈ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെച്ച് കുട്ടികൾക്ക് അത് അയച്ചു കൊടുക്കണം തപാൽ വഴി. 2000-നടുത്ത് ഉണ്ടെന്നാണ് ഞങ്ങൾക്കിപ്പം കിട്ടുന്ന റിപ്പോർട്ട്. അദ്ദേഹം പറയുന്നത് 500 ഉള്ളെന്നാണ്. ഇവിടെ വരാതെ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? അത് DDFS ആയിട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കാലും കൈയും വെട്ടുമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സിൻഡിക്കേറ്റൊക്കെ അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനം കൊടുത്ത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ 2 ദിവസം മുമ്പ് കത്ത് കൊടുത്തല്ലോ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒപ്പിട്ടത്. അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ? അദ്ദേഹം ഇവിടെ എത്തണം, സിൻഡിക്കേറ്റ് യോഗം ചേരണം. ഇവിടെ ഒരു അസാധാരണമായ സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഒരുപാട് നിയമവിരുദ്ധമായ ഉത്തരവ് ഇറങ്ങുന്നു. ഇതെല്ലാം സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ടാണ് ഈ ഉത്തരവ് എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഇവിടെ എത്തണം, സിൻഡിക്കേറ്റ് യോഗം ചേരണം. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ജനാധിപത്യപരമായ രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ കൊടുത്ത കത്തിനൊരു റിപ്ലൈ പോലും തന്നിട്ടില്ല. മനസ്സിലായില്ലേ?
മെയ് 27-നാണ് സിൻഡിക്കേറ്റ് കൂടിയത്. അദ്ദേഹത്തിന് കൂടുതൽ നാളൊന്നും പോകാൻ പറ്റത്തില്ല ഇങ്ങനെ സിൻഡിക്കേറ്റ് യോഗം ചേരാതെ. ഈ ജൂലൈ 26-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം ചേർന്നേ പറ്റൂ. ഈ ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പറയുന്നത് 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം കൂടണം. അങ്ങനെയാണെങ്കിൽ 59-ാമത്തെ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നേ പറ്റുള്ളൂ. ഈ ജൂലൈ 26-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം ചേർന്നേ പറ്റൂ. ഒരു കത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൊടുത്താൽ അതിനൊരു മറുപടി തരിക എന്നുള്ളത് സാമാന്യമായ ജനാധിപത്യ ബോധമല്ലേ? അത് അദ്ദേഹം നിർവഹിച്ചോ? അദ്ദേഹം ഇവിടെ വരുന്നതിന് ആരും തടസ്സമില്ല. അദ്ദേഹം ഒരു വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഇവിടെ വരുന്നതിന് ഒരാളും കയ്യും കാലും വെട്ടാൻ പോകുന്നില്ല. ഇത് കേരളമാണ്, ഇത് UP അല്ല, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളല്ല, കേരളമാണ്. അതെല്ലാം അറിവുള്ളതാണല്ലോ. പിന്നെ ഈ സർവകലാശാലയെ പ്രതിസന്ധിയിലാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യായം പറഞ്ഞ് രക്ഷപ്പെടുക മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ വാചകങ്ങളിലും വാക്കുകളിലും ഒരാത്മാർത്ഥതയും ഞങ്ങൾ കാണുന്നില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. സിൻഡിക്കേറ്റിനെ അഡ്വൈസറി ബോർഡായിട്ടാണ് കാണുന്നത്. സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് ചാൻസലർക്ക് അറിയില്ല, എന്തൊക്കെയാണ് അതോറിറ്റി എന്ന നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എത്രയും വേഗം വൈസ് ചാൻസലർ ഇവിടേക്ക് എത്തിച്ചേരണം, സർവകലാശാലയിലേക്ക് എത്തിച്ചേരണം. തുടർന്നുള്ള നടപടികൾ അതിനുശേഷമേ നടക്കൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. കേരള സർവകലാശാല പോരിൽ രജിസ്ട്രാറെ രൂക്ഷമായി വിമർശിച്ചും സർവാധികാരം VCക്ക് എന്ന് ആവർത്തിച്ചും മോഹനൻ കുന്നുമ്മൽ. സസ്പെൻഷൻ പിൻവലിച്ചെന്ന രജിസ്ട്രാറുടെ വാദം തെറ്റ്. VC പങ്കെടുക്കാത്ത സിൻഡിക്കേറ്റ് തീരുമാനത്തിന് സാധുതയില്ലെന്നും സസ്പെൻഷൻ പിൻവലിച്ച രേഖ അനിൽകുമാർ സമർപ്പിച്ചിട്ടില്ലെന്നും മോഹനൻ കുന്നുമ്മൽ. ഇല്ലാത്ത കടലാസ് കോടതിയിൽ കാണിച്ച് സർവകലാശാലയിൽ കയറി കുത്തിയിരിക്കുകയാണെന്നും പരിഹാസം. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരെ കോടതിയിൽ പോയി. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാനത് പിൻവലിക്കുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന്. ഇപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല. ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ്. അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം. ഇതൊന്നും നടന്നിട്ടില്ല. ഇനി സിൻഡിക്കേറ്റ് വിഡ്രോ ചെയ്തു എന്നാണെങ്കിൽ അതിൻ്റെ രേഖ എവിടെ? അതിന് ആരാണ് ഒപ്പിട്ടിട്ടുള്ളത്? അപ്പം ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് VCയെ വാസ്തവത്തിൽ ഉപദേശിക്കുന്ന സമിതിയാണ്. Whenever there is no syndicate, VC is the syndicate. Whenever there is no Senate, VC is the Senate. Whenever there is no academic council, VC is the academic council. അത് ആ നിയമമാണ്. 2500ഓളം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ VC ഒപ്പിടാത്തതിൽ കെട്ടിക്കിടക്കുകയാണെന്നുള്ള തരത്തിലുള്ള ആരോപണവും മോഹനൻ കുന്നുമ്മൽ തള്ളി. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നത് ശുദ്ധ കളവാണ് എന്നായിരുന്നു VCയുടെ പ്രതികരണം. ഫയലുകൾ ഓൺലൈനിൽ പോലും നോക്കാനാകാത്ത സ്ഥിതിയെന്ന് മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. കളവാണ്, ശുദ്ധ കളവാണ്. ഒരാഴ്ചയിൽ ഒരു 400-500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും. അത് മുഴുവൻ തന്നെ എനിക്കവിടെ കയറാൻ അനുവാദം കിട്ടിയാൽ ഈ 400 സർട്ടിഫിക്കറ്റുകളും ഒറ്റ നിമിഷം കൊണ്ട് ഒപ്പിടാൻ പറ്റും. അതിനുള്ള യന്ത്ര സംവിധാനം അവിടെ ഉണ്ട്. ഇപ്പം 2000-3000 എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷ എഴുതാത്ത ആളുകളാണ്, ഡിഗ്രി കിട്ടാത്ത ആളുകളാണ്. തൃശൂർ രാമനിലയത്തിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു VCയുടെ പ്രതികരണം. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ രാജ്, എന്തായാലും ഈ ആരോപണം വിവാദങ്ങളൊക്കെ മറ്റൊരു തലത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇന്നിപ്പോൾ മോഹനൻ കുന്നുമ്മലിൻ്റെ ഈ ഒരു പ്രതികരണവും കൂടി ഉണ്ടായതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്? അതുപോലെ തന്നെ ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാകാം അവർ ചർച്ച ചെയ്തിട്ടുണ്ടാകുക? വിവരങ്ങൾ. സ്വാതി, ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഏറെ ശ്രദ്ധേയമാണ്. കാരണം സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഒക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഗവർണർ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ ഇന്ന് വൈസ് ചാൻസലർ തൃശ്ശൂരിൽ പോയി കണ്ടിട്ടുള്ളത്. നിലവിലെ ഒരു ഭരണ പ്രതിസന്ധി അദ്ദേഹം സ്വാഭാവികമായും ഗവർണറെ അറിയിച്ചിട്ടുണ്ടാകും. ഇവിടെയുള്ള നിലവിലെ പ്രതിസന്ധി പ്രധാനമായും ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രജിസ്ട്രാറെ നിലവിൽ ഉള്ള KS അനിൽകുമാർ ആയിട്ടുള്ള രജിസ്ട്രാറെ അംഗീകരിക്കാത്ത നിലപാടാണ് VCയുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. മിനി കാപ്പൻ രജിസ്ട്രാറായി വേണം എന്ന നിലപാട് അവർ
എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാതെ കെ എസ് അനിൽകുമാർ തന്നെ ഇപ്പോഴും കേരള സർവകലാശാലയിൽ രജിസ്ട്രാറായി തുടരുകയാണ്. അനിൽകുമാർ അയക്കുന്ന ഏതെങ്കിലും ഒരു ഫയൽ VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ഒപ്പിടുന്നില്ല. അയക്കുന്ന അതേ നിമിഷം തന്നെ അത് തിരിച്ചയക്കുകയാണ്. കെ എസ് അനിൽകുമാറിൻ്റെ ഫയലുകൾ, കെ എസ് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളൊക്കെ അതുപോലെ തന്നെ തിരിച്ചയക്കുകയാണ് VC ചെയ്യുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള കണക്ക് പ്രകാരം 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകളാണ് അംഗീകാരം ലഭിക്കാതെ ഇപ്പോഴും കിടക്കുന്നത്. ഒപ്പം അധ്യാപകരുടെ പ്രൊമോഷൻ, ചില കോഴ്സുകളുടെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫയലിൽ അതുപോലെ തന്നെ കിടക്കുകയാണ്. ഏത് സെക്ഷനിലാണോ അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. പക്ഷേ അത് പൂർണ്ണമായും തള്ളുകയാണ് VC ചെയ്തിട്ടുള്ളത്. 500ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് പാസ്സാക്കാനുള്ളതെന്നാണ്, അംഗീകാരം നൽകാനുള്ളതെന്നാണ് VC പറഞ്ഞത്. 500 ആണെങ്കിൽ കൂടിയും അത് വലിയ കണക്കായി തന്നെ കരുതേണ്ടി വരും. കാരണം ഡിഗ്രി ഉൾപ്പെടെ, ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് ആ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പാസ്സാക്കാനുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപരിപഠനത്തിന് ഉൾപ്പെടെ സാധ്യതയുള്ള സമയമാണ്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ എന്തായാലും ഈ ഭരണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മറ്റൊന്ന്, വൈസ് ചാൻസലർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, സർവകലാശാലയിലേക്ക് അദ്ദേഹം എത്തിയിട്ട് 2 ആഴ്ചയായി. റഷ്യയിൽ നിന്ന് തിരിച്ചു വന്നെങ്കിലും സർവകലാശാലയിൽ അദ്ദേഹം വരുന്നില്ല. അതിന് പറയുന്ന കാരണം സുരക്ഷാ പ്രശ്നങ്ങളും ഇവിടുത്തെ പ്രതിഷേധവും കണക്കിലെടുത്തുകൊണ്ടാണ് വരാത്തതെന്നാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ ആക്രമിക്കപ്പെടുമെന്നുള്ള ഭയമുണ്ട്, കയ്യും കാലും വെട്ടുമെന്നുള്ള ഭീഷണിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് VCയുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അത് ഗവർണറെ കൂടി അറിയിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുമെന്നുള്ള സൂചന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഇന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. SFI ഒരു പ്രതിഷേധ സദസ്സ്, അത് വിചാരണ സദസ്സായി വൈസ് ചാൻസലറോട് 15 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയും ഇന്ന് നടത്തിയിരുന്നു. VC ആയതിനു ശേഷം എത്ര സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേർന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ VCയോട് ചോദിച്ചുകൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടു. അവർ പറയുന്നത് ഇല്ലാത്ത അധികാരം വൈസ് ചാൻസലർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്ത് തീരുമാനവും VCക്ക് എടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എവിടെയാണ് പറയുന്നത്? തീരുമാനമെടുത്താൽ സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം, സിൻഡിക്കേറ്റ് അംഗീകാരത്തോടു കൂടി മാത്രമേ തീരുമാനം നടപ്പാക്കാൻ കഴിയൂ എന്ന നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അധികാരം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, അതിൽ ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൂടുതൽ അധികാരം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം എന്ന നിലയ്ക്ക് കൂടി ഇത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കുറിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരുപാട് കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പാസ്സാകാതെ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അധ്യാപകരുടെ പ്രൊമോഷൻ ഉൾപ്പെടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ പ്രതിസന്ധി ഇനി ഗവർണർ ഇക്കാര്യത്തിൽ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഇനി എന്തെങ്കിലും പുതിയ നടപടി ഇക്കാര്യത്തിൽ എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തായാലും VC ഗവർണറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാതി.